തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി 3 മണിക്ക് അവസാനിക്കും. വിമതരെ അനുനയിപ്പിക്കാൻ നീക്കങ്ങളുമായി നേതാക്കൾ കളത്തിലുണ്ട്. പലയിടത്തും വിമതർ നടത്തുന്ന വിലപേശൽ മുന്നണികളെ കുറച്ചൊന്നുമല്ല ബാധിക്കുന്നത്. വിമത ഭീഷണി കൂടുതലും നേരിടുന്നത് UDF സ്ഥാനാർത്ഥികളാണ്. തിരഞ്ഞെടുപ്പ് തദ്ദേശമെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്നു. പലയിടത്തും വിമതരും അപരരും ഭീഷണി തുടരുന്ന സാഹചര്യത്തിലാണ് അനുനയ നീക്കങ്ങൾ. അവസാന നിമിഷമെങ്കിലും ഇടപെടലുകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷ. വിമതശല്യം ഇന്നത്തോടെ തീരുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. നേതാക്കന്മാരുടെ ഒരു സ്ഥാനാർത്ഥിയില്ല. അതൊക്കെ നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥി എന്ന് എല്ലാവരും അങ്ങ് അവസരത്തിനൊത്ത് പ്രതികരിക്കും. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഇന്നത്തെ കഴിയുമ്പോൾ ഇതെല്ലാം അവസാനിക്കും. ചിലയിടത്ത് UDFനുള്ള CPI പിന്തുണയെ UDF കൺവീനർ സ്വാഗതം ചെയ്തു. പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേതാക്കളുടെ തുറന്നുപറച്ചിൽ ഭീഷണിയായതോടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ടിറങ്ങി. വിമർശനം ഉന്നയിച്ച MS കുമാറിനെ സംസ്ഥാന അധ്യക്ഷൻ വീട്ടിലെത്തി കണ്ടു. MS കുമാറിനെ കണ്ടല്ലോ? കണ്ടല്ലോ. ഞാൻ എല്ലാവരും കാണുന്നല്ലോ. എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങളെ വന്ന് കാണാം. ഞാൻ ഇലക്ഷന്റെ സമയത്ത് എല്ലാവരും കാണാൻ എൻ്റെ കടമയല്ലേ. അവർ അങ്ങനെ കാണുന്നു. അങ്ങനെ കണ്ടാൽ മതിയാ. തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് BJP നേതാക്കൾ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നില്ലെന്നും അവരുടെ പേരുകൾ പുറത്തുവിടുമെന്നും MS കുമാർ തുറന്നടിച്ചിരുന്നു. ഇതിനിടെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തെ വിമർശിച്ച് INL രംഗത്തെത്തി. മുസ്ലിം ലീഗിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി സമദ് നരിപ്പറ്റ 24നോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും UDFും ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി മറനീക്കി പുറത്തു വന്നിരിക്കുക. പരസ്യമായി വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ ബാന്ധവത്തിന് ലീഗ് തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും വിമത ഭീഷണി ഉയർത്തിയവർക്കെതിരെ CPIM നടപടി സ്വീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.